കാർഷിക വാർത്തകൾ. കുരുമുളക് സംഭരണം വിലയെ ബാധിച്ചു. നാളികേര വിലയിൽ നേരിയ ഇടിവ്. വിളവെടുപ്പിന് സജ്ജമായി ഏലം തോട്ടങ്ങൾ. വില ഉയരാതെ റബ്ബർ. അന്തർ സംസ്ഥാന വാങ്ങലുകാർ കുരുമുളക് സംഭരണം കുറച്ചത് വിലയെ ബാധിച്ചു. കൊച്ചിയിൽ ചരക്ക് വരവ് 36 ടണ്ണിൽ ഒതുങ്ങിയിട്ടും കുരുമുളക് വില ക്വിന്റലിന് 700 രൂപ ഇടിഞ്ഞു. അൺഗാർബിൾഡ് മുളക് വില 70,500 രൂപയാണ്. ദക്ഷിണേന്ത്യയിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകളിൽ നേരിയ കുറവുണ്ട്. പച്ചത്തേങ്ങയുടെ ഉയർന്ന വില നേട്ടമാക്കാൻ തമിഴ്നാട്ടിലെ തോട്ടങ്ങൾ വിളവെടുപ്പ് ഊർജിതമാക്കിയത് വിപണിയിൽ ലഭ്യത ഉയർത്തുമെന്ന ഭീതിയിൽ സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര സ്റ്റോക്ക് വിൽപ്പനയ്ക്കിറക്കി. കാങ്കയത്തെ കൊപ്ര വില ക്വിന്റലിന് 150 രൂപയും കൊച്ചിയിൽ 100 രൂപയും കുറഞ്ഞു. മാസാരംഭ ഡിമാൻഡ് മുന്നിൽ കണ്ട കേരളത്തിലേക്ക് കനത്ത തോതിൽ വെളിച്ചെണ്ണ തമിഴ്നാട്ടിൽ നിന്നും കയറ്റിവിടുന്നുണ്ട്. മില്ലുകാർ കൈവശമുള്ള എണ്ണ പരമാവധി ലാഭത്തിൽ വിറ്റഴിക്കാനുള്ള നീക്കത്തിലാണ്. അടുത്ത മാസം രണ്ടാം പകുതിയിൽ ഏലം വിളവെടുപ്പിന് അവസരം ഒരുങ്ങുമെന്നാണ് ചില ഭാഗങ്ങളിൽ നിന്നുള്ള സൂചന. സ്റ്റോക്ക് വിറ്റുമാറാൻ മധ്യവർത്തികൾ രംഗത്തെത്തി. 2 ലേലങ്ങളിലായി 1.5 ലക്ഷം കിലോ ഏലക്ക വിൽപ്പനയ്ക്കിറങ്ങി. മികച്ച ഇനങ്ങൾ കിലോ 2,903 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,300 രൂപയിലും ഏറ്റവും താഴ്ന്ന ഇനങ്ങൾ 1,802 രൂപയിലുമാണ്. കൊച്ചി, കോട്ടയം വിപണികൾ റബ്ബർ ഷീറ്റ് വരവ് കുറഞ്ഞിട്ടും നിരക്കുയർത്താൻ ടയർ കമ്പനികൾ തയ്യാറായില്ല. 4ാം ഗ്രേഡ് 19,900 രൂപയിലും 5ാം ഗ്രേഡ് 19,600 രൂപയിലും വ്യാപാരം നടന്നു. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങൾ ഉൽപ്പന്ന വില നേരിയ റേഞ്ചിൽ നീങ്ങി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചിയിൽ കേന്ദ്ര മത്സ്യ ഗവേഷണ കേന്ദ്ര ഓപ്പൺ ഹൌസ് പ്രദർശനം സംഘടിപ്പിക്കുന്നു. മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ചാണിത്. മത്സ്യമേഖലയിലെ സാങ്കേതിക വിദ്യകളും അറിവുകളും കൂടുതൽ ജനകീയമാക്കാൻ കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനമായ ICAR സിഫ്റ്റ് ചൊവ്വാഴ്ച പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. സിഫ്റ്റിന്റെ 68ാമത് സ്ഥാപക ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഓപ്പൺ ഹൌസ് പ്രദർശനം. കഴിഞ്ഞ 67 വർഷത്തിനിടയിൽ മത്സ്യവിളവെടുപ്പ്, മത്സ്യ സംസ്കരണം, പാക്കേജിംഗ്, ഗുണനിലവാര ഉറപ്പ്, മൂല്യവർദ്ധിത മത്സ്യ ഉൽപ്പന്നങ്ങൾ, മത്സ്യ മാലിന്യ വിനിയോഗം എന്നീ മേഖലകളിൽ സിഫ്റ്റ് നൽകിയ ശാസ്ത്രീയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. സിഫ്റ്റിലെ ഓരോ ഡിവിഷനുകളിലെയും നൂതന സാങ്കേതിക വിദ്യകൾ, ഉപകരണങ്ങൾ തുടങ്ങിയവ ഓപ്പൺ ഹൌസിൽ പൊതുജനങ്ങൾക്ക് കാണാനാകും. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായക സംഘങ്ങൾ, മത്സ്യപ്രേമികൾ, സംരംഭകർ തുടങ്ങി എല്ലാവർക്കും സ്ഥാപക ദിനത്തിൽ സിഫ്റ്റ് സന്ദർശിക്കാം. വിദഗ്ധരുമായി ആശയവിനിമയം നടത്താനും അവസരമുണ്ടാകും. സിഫ്റ്റിന്റെ ഗവേഷണ മേഖലകൾ അടുത്തറിയാനും സംശയ നിവാരണത്തിനും പ്രദർശനം പ്രയോജനപ്പെടും. രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഓപ്പൺ ഹൌസിന്റെ സമയം. പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യസുരക്ഷയിൽ നിന്ന് കർഷക സമൃദ്ധിയിലേക്ക് മാറി ചിന്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി. GDP-യിലേക്ക് കാർഷിക മേഖല കൂടുതൽ സംഭാവന നൽകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ കാർഷിക അജണ്ട ഭക്ഷ്യസുരക്ഷയിൽ നിന്ന് കർഷക സമൃദ്ധിയിലേക്ക് നീങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പറഞ്ഞത്. ഉൽപാദകൻ എന്നതിലുപരി മുന്നേറ്റം സാധ്യമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനസംഖ്യയുടെ 46% കാർഷിക വൃത്തിയുടെ ഭാഗമാണ്. എന്നാൽ GDP-യിലേക്കുള്ള ഈ മേഖലയുടെ സംഭാവന 16% മാത്രമാണ്. ഇന്ത്യ നിലവിൽ കാർഷികോൽപ്പന്നങ്ങളുടെ മൊത്തം കയറ്റുമതിക്കാരാണ്. നമ്മുടെ മൊത്തം കയറ്റുമതിയുടെ 11%-ലധികവും കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങളാണെന്നും ധൻഖർ പറഞ്ഞു. വികസിത ഭാരതത്തിനായി കാർഷിക വിദ്യാഭ്യാസം, നവീകരണം, സംരംഭകത്വം എന്നിവ വളർത്തുക എന്ന വിഷയത്തിൽ തമിഴ്നാട് കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരള കാർഷിക സർവകലാശാല പുതിയ തീറ്റപ്പുല്ലിനം വികസിപ്പിച്ചു. സർവകലാശാലയിൽ വികസിപ്പിച്ചെടുത്ത 4ാമത്തെ ഗിനി പുല്ലിനമാണിത്. KAU സുവർണ എന്നാണ് പുതിയ തീറ്റപ്പുല്ലിന് നൽകിയിരിക്കുന്ന പേര്. ഗിനിപ്പുല്ല് അഥവാ കുതിരപ്പുല്ല് ചേയേസി കുടുംബത്തിൽപ്പെടുന്ന ദീർഘകാല കാലിത്തീറ്റ വിളയാണ്. ഉയർന്ന ഇലാത്തണ്ടാനുപാതവും ഉൽപാദനക്ഷമതയുള്ള ഗിനിപ്പുല്ല് തണലിൽ നന്നായി വളരും. തെങ്ങിൻ തോപ്പിൽ ഇടവിളയെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാലിത്തീറ്റ വിളയാണിത്. നേരത്തെ പുറത്തിറക്കിയ ഹരിത, മരതകം, ഹരിതശ്രീ എന്നീ ഇനങ്ങളെക്കാളും ഇരട്ടിയിലേറെ വിളവ് തരുന്ന ഇനമാണ് KAU സുവർണ. വർഷം 1 ഹെക്ടറിൽ നിന്ന് 250 മുതൽ 290 ടൺ പച്ചപ്പുല്ല് ലഭിക്കും. ദീർഘകാല വിളയായതിനാൽ 4.5 വർഷം വരെ തോട്ടത്തിൽ നിലനിർത്താം. വേരുള്ള ചെറുതൈകളാണ് നടീൽ വസ്തു. നട്ടുകഴിഞ്ഞ് 65 മുതൽ 70 ദിവസമാകുമ്പോൾ ആദ്യ വിളവെടുക്കാം. അതിനുശേഷം 45 ദിവസം ഇടവിട്ട് മുറിച്ചെടുക്കാം. കീടബാധ വളരെ കുറവാണ്. വളപ്രയോഗത്തോടുകൂടി നന്നായി പ്രതികരിക്കും. വെള്ളായണി കാർഷിക കോളേജിൽ പ്രവർത്തിച്ചുവരുന്ന അഖിലേന്ത്യാ തീറ്റപ്പുല്ല് ഗവേഷണ പദ്ധതിയിൽ 2007 മുതൽ 2022 വരെ നടന്ന ഗവേഷണത്തിലാണ് രാജ്യത്ത് ഡ്രൈ ഫ്രൂട്ട്സ് വില വർദ്ധിക്കാൻ സാധ്യത. പാകിസ്ഥാനുമായുള്ള അതിർത്തി അടച്ചുപൂട്ടുന്നതാണ് വില ഉയരാൻ കാരണമാകുന്നത്.
അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ അതിർത്തി അടയ്ക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ വിതരണത്തെയും ഗുണനിലവാരത്തെയും പ്രതികൂലമായി ബാധിക്കും. ബദൽ ഇറക്കുമതി മാർഗങ്ങൾ ചെലവ് കൂട്ടും. പാകിസ്ഥാനുമായുള്ള പ്രശ്നമാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തി അടയ്ക്കുന്നതിലേക്ക് കൂടി എത്തിച്ചിരിക്കുന്നത്. നിലവിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പ്രതിവർഷം 20,000 ടൺ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇന്ത്യയിലെത്തുന്നത്. വരാനിരിക്കുന്ന ഉത്സവ സീസണിൽ ആഭ്യന്തര വിപണിയിൽ വിലവർധന പ്രതിഫലിക്കും. ഉണക്കിയ ആപ്രിക്കോട്ട്, ബദാം, കറുപ്പും പച്ചയും ഉണക്കമുന്തിരി, പിസ്ത, വാൾനട്ട് തുടങ്ങിയവയാണ് പ്രധാനമായി ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമൂലം രാജ്യം ഇറക്കുമതിയെ കൂടുതൽ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഗോതമ്പ് കയറ്റുമതി ഉടൻ ആരംഭിക്കില്ല. കരുതൽ ശേഖരം ശക്തമാക്കുകയാണ് പ്രധാന ലക്ഷ്യം. സർക്കാർ സംഭരണം 31.3 മില്യൺ ടൺ എന്ന ലക്ഷ്യത്തേക്കാൾ കൂടുതലായാലും ഇന്ത്യ ഗോതമ്പ് കയറ്റുമതി അനുവദിക്കില്ല. റേഷൻ കടകൾ വഴി സാധാരണ വിഹിതം പുനഃസ്ഥാപിക്കുക എന്നതാണ് മുൻഗണന. 2022 മെയ് മാസത്തിലാണ് കേന്ദ്രം ഗോതമ്പ് കയറ്റുമതി നിരോധിച്ചത്. ആഭ്യന്തര ഉൽപാദനത്തിലും കേന്ദ്ര പൂളിലേക്കുമുള്ള ഔദ്യോഗിക സംഭരണത്തിലുമുണ്ടായ ഇടിവിനെ തുടർന്ന് വില നിയന്ത്രിക്കുന്നതിനായാണ് നിരോധനം ഏർപ്പെടുത്തിയത്. സംഭരണം പോലെ തന്നെ ഈ വർഷം ഗോതമ്പ് ഉൽപാദനവും മികച്ചതാണ്. പക്ഷേ സർക്കാരിന്റെ പ്രഥമ പരിഗണന ഇപ്പോഴും ബഫർ സ്റ്റോക്കുകൾ മികച്ചതാക്കുക എന്നതാണ്. ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ കഴിയുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വേനൽ മഴ കനത്തതോടെ സംസ്ഥാനത്ത് പൈനാപ്പിൾ വിലയിൽ വൻ ഇടിവ്. വേനൽ മഴയിൽ ഉൽപാദനം ഉയർന്നതാണ് വില ഇടിയാൻ കാരണമായത്. വേനൽ മഴ എത്തിയതോടെ കേരളത്തിൽ പൈനാപ്പിൾ വില കുത്തനെ ഇടിഞ്ഞു. 20 ദിവസം കൊണ്ട് പൈനാപ്പിൾ പഴത്തിനും പച്ചയ്ക്കും സ്പെഷ്യലിനും കിലോയ്ക്ക് 24 രൂപയാണ് കുറഞ്ഞതെന്നാണ് പൈനാപ്പിൾ ഗ്രോവേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. നിലവിൽ പഴത്തിന് 27 രൂപയും പച്ചയ്ക്ക് 24 രൂപയും സ്പെഷ്യൽ പച്ചയ്ക്ക് 26 രൂപയുമാണ് വില. കഴിഞ്ഞ 3 വർഷത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് ഇപ്പോഴത്തെ വില. സാധാരണ ഏപ്രിൽ മാസത്തിൽ മികച്ച വില ലഭിക്കുന്നതാണ്. ഈ വേനലിൽ പഴത്തിന്റെ വില 60 രൂപ വരെ എത്തുമെന്നായിരുന്നു കർഷകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വേനൽ മഴ കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു. മഴ ശക്തമായത് ഉൽപാദനമുയർത്തി. കൂടാതെ ചെലവും കുറഞ്ഞു. ഏതാണ്ട് 50% ഉൽപാദനം വർദ്ധിച്ചതായി കർഷകർ പറയുന്നു. വരും ദിവസങ്ങളിലും വില കുറഞ്ഞേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 199, RSS 5 196, ലാറ്റക്സ് 141, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 850, അടയ്ക്ക 280, കാപ്പിക്കുരു 270, കൊക്കോ പരിപ്പ് 350, കുരുമുളക് ഗാർബിൾ 72,500, കുരുമുളക് അൺഗാർബിൾ 70,500, ഏലക്ക 2,450 മുതൽ 2,550 വരെ, വെളിച്ചെണ്ണ 26,900, കൊപ്ര 19,200, ചുക്ക് 22,500.